അയ്യോ! തെങ്ങിൻ്റെ ഓല കൊണ്ട് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കാമല്ലേ. അപ്പം തെങ്ങിൻ്റെ ഓല കൊണ്ട് നമുക്ക് അതിൻ്റെ ഓലയിലെ ഈർക്കിലി ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ചൂലുണ്ടാക്കിയാലോ? പണ്ടൊക്കെ എല്ലാവരും അങ്ങനെ ആ ഓല കൊണ്ട് ഈർക്കിലി കൊണ്ടുള്ള ചൂലല്ലേ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം അതിൻ്റെ ഓല, ഉണങ്ങിയ ഓല വെട്ടി അതിലെ ഈർക്കിലി വേർതിച്ച് ക കളഞ്ഞ് ഈർക്കിലി കളഞ്ഞ് കെട്ടിയാണ് ഈ ചൂലുണ്ടാക്കുന്നത്. വീട്ടാവശ്യങ്ങൾക്കൊക്കെ നമുക്ക് മുറ്റമടിക്കാനും മുറികൾ തൂക്കാനും ഒക്കെ അന്നൊക്കെ പണ്ട് കാലത്തൊക്കെ ഈ ചൂലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ഒരു തെങ്ങ് പോയി. അപ്പോൾ അതിൻ്റെ ഓല ഉണ്ടായിരുന്നു. ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പച്ച ഓല വെട്ടി ഈർക്കിലി വേർതിരിച്ചെടുത്ത് അത് പിന്നീട് ഈർക്കിലി ഉണക്കി ഞാനിപ്പം അങ്ങനെയൊന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറ കളഞ്ഞ ശേഷം നല്ലപോലെ കെട്ടി ചൂല് തയ്യാറാക്കുന്നു. പ്രധാനമായും നമ്മൾ വീട് പരിസരവും അടിച്ചു വാരാനൊക്കെ അത് ഉപയോഗിക്കുന്നത്. വളരെ ഉറപ്പുള്ളതും കാലങ്ങളോളം കേടുവരാതിരിക്കുന്നതുമായൊരു ചൂലാണ് അത്. ഇതിന് പുറമെ ഓല കൊണ്ട് ഈർക്കിലി കൊണ്ട് ചുരുകൾ മാത്രമല്ല, ഓലക്കുട, വിവിധതരം അലങ്കാര വസ്തുക്കൾ, കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, ഓലപ്പീരി, ഓലത്തത്ത എന്തെല്ലാം ഉണ്ടാക്കാമായിരുന്നു. അപ്പം നല്ലൊരു കാര്യമാണ്. നമുക്ക് തെങ്ങും ഓലയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ വളരെ അതുപോലെ തന്നെ ഈ തെങ്ങിൻ്റെ ഓല കൊണ്ട് നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന പല ഉപകരണങ്ങളും ഉണ്ടാക്കാവുന്നതാണ്. പണ്ടൊക്കെ വീട് മേയാനായിട്ടും വേലി കെട്ടാനായിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ ഓല. ഓല ഉപയോഗിച്ച് മാത്രമല്ല, മികച്ച ജൈവവളമായും കൃഷിയിൽ പുതയിടാനും ഒക്കെ നമ്മൾ ഓല ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പണ്ട് കാലം മുതൽ വീടുകൾ മേയാനായിട്ട് ഓല ആണ് മെടഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓലയുടെ ഈർക്കിലുകൾ ഉപയോഗിച്ച് മുറ്റമടിക്കാനുള്ള ചൂലുണ്ടാക്കുന്നു. അതുപോലെ തന്നെ തെങ്ങിൻ്റെ മടലും ഓലയും മണ്ണിൽ ചേർത്ത് മികച്ച കമ്പോസ്റ്റ് വളം ഉണ്ടാക്കാം. അതുപോലെ തന്നെ തെങ്ങോല മെടഞ്ഞ് പറമ്പുകളിൽ അതിരിടാനായിട്ട് ഉപയോഗിക്കുന്നു. ഉണങ്ങിയ തെങ്ങോല അടുപ്പിൽ തീ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഉണങ്ങിയ ഓല കെട്ടുകളാക്കി ചൂട്ട് നിർമ്മിച്ച് രാത്രി വെളിച്ചത്തിനായിട്ട് പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. നല്ല തെങ്ങിന് 40 മടൽ ഓല ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഓലയുടെ ഗുണനിലവാരം കണ്ട് തെങ്ങിൻ്റെ പരമ്പരാഗത സ്വഭാവവിശേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ആണ് പറയുന്നത്. അപ്പോൾ ഓല കൊണ്ട് എന്താ തെങ്ങിൻ്റെ എല്ലാ സാധനവും ഉപയോഗമാണ്. എല്ലാം നമുക്ക് ഉപയോഗമുള്ളതാണ് തെങ്ങിൻ്റെ. കേരളത്തിൻ്റെ കൽപ്പവൃക്ഷം എന്ന് അറിയപ്പെടുന്ന തെങ്ങിൻ്റെ ഈ ഓല പൊതുവെ എല്ലാത്തിനും ഉപയോഗമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ കുടിൽ തൊട്ട് കൊട്ടാരം വരെ ഈ നാമം സുപരിചിതം. കുടിൽ കെട്ടാനായിട്ട് തെങ്ങോല, മേയാനായിട്ട് തെങ്ങോല, ഓല കളഞ്ഞ് ഇറുക്കിലികൾ ചേർത്ത് കെട്ടിയാൽ തൂത്തുവാരാനും മുറ്റമടിക്കാനുമുള്ള ചൂല്, കറിക്ക് രുചി വരാൻ തേങ്ങ, ലഹരിയേക്കാൾ ദാഹമകറ്റാൻ ഇളനീര്, തേച്ചു കുളിക്കാൻ തേങ്ങ, ഉണക്കിയെടുത്ത് ആട്ടിച്ചെടുക്കുന്ന എണ്ണ. ചുരുക്കി പറഞ്ഞാൽ മലയാളികൾക്ക് നിത്യജീവിതത്തിൽ തെങ്ങിൻ്റെ ഉൽപ്പന്നങ്ങളെ മാറ്റി നിർത്തിയൊരു ജീവിതമില്ല. റബ്ബർ കേരളം കീഴടക്കുന്നതിന് മുമ്പ് തന്നെ തെങ്ങ് ആയിരുന്നു ഇവിടുത്തെ നിറഞ്ഞു നിന്നിരുന്നത്. തെങ്ങിൻ്റെ തടി, ഓല, തേങ്ങ, അതുപോലെ തന്നെ കൊതുമ്പ്, മടല്, ഇതെല്ലാം നമുക്ക് അരിയാട, തെങ്ങോല ഉണ്ടാക്കുന്ന ഭാഗത്ത് കാണപ്പെടുന്ന ആവരണം, ഇതൊക്കെ അടുക്കളയിൽ നമുക്ക് അടുപ്പിൻ്റെ ചുവട്ടിലെ നിത്യ സാന്നിധ്യമായിരുന്നു. തെങ്ങിൻ്റെ കൊഴിഞ്ഞു വീഴുന്ന മച്ചിങ്ങ തേങ്ങയുടെ ആദ്യ രൂപം. കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമായിരുന്നു തെങ്ങ്.